ബലിപ്പെരുന്നാളായ ഈദുൽ അദ്ഹയുടെ അനുഗ്രഹീത ദിനങ്ങൾ കടന്നുവരുന്ന വേളയിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർ ദൈവത്തിന് കീഴടങ്ങി തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ തയ്യാറായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ത്യാഗത്തെ അനുസ്മരിക്കുന്ന സമയമാണിത്. എന്നാൽ ഈ കഥയുടെ യഥാർത്ഥ അർത്ഥം എന്താണ്? ഇത് അനുസരണത്തെക്കുറിച്ചാണോ, ധാർമ്മികമായ വെല്ലുവിളികളെക്കുറിച്ചാണോ, അതോ ആഴമേറിയ മറ്റെന്തെങ്കിലും, ഒരുപക്ഷെ അസ്വസ്ഥത ഉണ്ടാക്കാവുന്ന ചിലത്? ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ഇബ്രാഹിം നബി അല്ലെങ്കിൽ എബ്രഹാം തന്റെ ഏകജാതനെ ബലി നൽകാൻ തയ്യാറായ സംഭവത്തെ മുൻനിർത്തി തത്വചിന്തകനായ സോറൻ കീർക്കെഗാഡ് എഴുതിയ ഫിയർ ആൻഡ് ട്രംബ്ലിംഗ് എന്ന കൃതിയിലെ പ്രധാന ആശയങ്ങളുടെ സംഗ്രഹം. കീർക്കെഗാഡ് മറ്റൊരു തത്വചിന്തകനായ ഹേഗലിന്റെ യുക്തിസഹമായ ധാർമ്മികതയുമായി എങ്ങനെ മല്ലിട്ടു എന്നത്, ഒടുവിൽ ത്യാഗത്തെക്കുറിച്ചുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാട് ഇവയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന അന്വേഷണം. ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിശ്വാസത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഈ ആശയങ്ങൾ നമ്മോട് എന്താണ് പറയുന്നതെന്ന് നോക്കാം. യഹൂദമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം, ഈ മൂന്ന് പാരമ്പര്യങ്ങളിലും അബ്രഹാമിന്റെ ത്യാഗത്തിന്റെ കഥ പറയുന്നുണ്ട്. എന്നാൽ കഥയുടെ ആഖ്യാന രീതി ഒരേപോലെയല്ല. ബൈബിളിൽ അബ്രഹാമിനോട് തന്റെ ആദ്യജാതനെ ബലിയർപ്പിക്കാൻ ദൈവം കൽപ്പിക്കുമ്പോൾ അവിടെ പിരിമുറുക്കവും നിശബ്ദതയുമാണ് ഉള്ളത്. അവിടെ എബ്രഹാം ഏകാഗിയാണ്. അദ്ദേഹം ഒറ്റയ്ക്കാണ് അതിന്റെ ഭാരം പേറുന്നത്. ദൈവത്തിൽ നിന്നുള്ള കൃത്യമായ വിശദീകരണമില്ല. ഇസ്ലാമിൽ പ്രവാചകൻ ഇബ്രാഹിം ഒരു സ്വപ്നം കാണുന്നുവെന്നും അദ്ദേഹം തന്റെ മകനുമായി കൂടിയാലോചിക്കുന്നുവെന്നുമാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. അവൻ പൂർണ്ണ മനസ്സോടെ സമ്മതിക്കുകയും ചെയ്യുന്നു. എൻ്റെ പിതാവേ, അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞു, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ചെയ്യുക. അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നെ ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങൾ കണ്ടെത്തും എന്ന് മകൻ ഇസ്മായിൽ പറഞ്ഞതായി ഖുർആൻ പറയുന്നു. ഈ ഒരു നിമിഷം ഒരേപോലെ പിതാവിൻ്റെയും മകന്റെയും പൂർണ്ണമായ സമർപ്പണത്തിന്റെ പ്രതീകമായി മാറുന്നു. ഇസ്ലാമിന്റെ വാക്യാർത്ഥം സൂചിപ്പിക്കുന്നത് പോലെ സമർപ്പണം. 1843 ഡാനിഷ് തത്വചിന്തകനായ സോറൻ കീർക്കെഗാഡ് ഈ വിഷയത്തെ ദാർശനികമായി വിലയിരുത്തുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്. പാശ്ചാത്യ അസ്തിത്വവാദ ചിന്തയുടെ പിതാവ് എന്നൊക്കെ വിളിക്കാവുന്ന ചിന്തകനാണ് കീർക്കെഗാഡ്. ഖുർആന്റെ ആഖ്യാനമല്ല, ബൈബിൾ വിവരണമാണ് കീർക്കെഗാഡ് ഈ പുസ്തകത്തിന് ആശ്രയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ രൂപപ്പെടുന്നത് ആ പശ്ചാത്തലത്തിൽ നിന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എബ്രഹാം തൻ്റെ മകനെ ബലി കൊടുക്കാൻ തയ്യാറാവുന്ന ആ വിശ്വാസ പ്രവൃത്തി ഭയാനകമായ ഒന്നാണ്. ദൈവം പറഞ്ഞതുകൊണ്ട് മാത്രം മകനെ കൊല്ലാൻ തയ്യാറാവുന്ന, ഒറ്റപ്പെട്ട, നിശബ്ദനായ, മാനസിക സംഘർഷത്തോടെ മകനോടൊപ്പം ഒരു മലമുകളിലേക്ക് നടക്കുന്ന ഒരു മനുഷ്യനായി അദ്ദേഹം അബ്രഹാമിനെ ചിത്രീകരിക്കുന്നു. ഈ സംഘർഷമെല്ലാം എബ്രഹാം ഒറ്റയ്ക്ക് തൻ്റെ ആന്തരിക ലോകത്തിലാണ്, അതിൻ്റെ ഏകാന്തതയിലാണ് അനുഭവിക്കുന്നത്. മകനോ മറ്റാർക്കുമോ ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. കീർക്കെഗാഡിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം ഒരു വിശ്വാസത്തിന്റെ യോദ്ധാവാണ്, നൈറ്റ് ഓഫ് ഫെയ്ത്ത്. അദ്ദേഹം ഒരു വിരോധാഭാസത്തിലാണ് ജീവിക്കുന്നത്. തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ തയ്യാറാണ്. എന്നിട്ടും എല്ലാ യുക്തിക്കും വിരുദ്ധമായി മകനെ തിരികെ ലഭിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇത് അന്ധമായ അനുസരണത്തിനും അപ്പുറം കീർക്കെഗാഡ് അബ്സേർഡ് എന്ന് വിളിക്കുന്ന ഒന്നിലേക്കുള്ള കുതിച്ചുചാട്ടമാണ്. വിശ്വാസത്തിന് ടെലിയോളജിക്കൽ സസ്പെൻഷൻ ഓഫ് എത്തിക്കൽ ആവശ്യമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. അതൊരു കടുകട്ടിയായ വാക്കാണ്. അത് വഴി അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്താണെന്ന് വിശദീകരിക്കാം. അതായത് ദൈവത്തോടുള്ള അനുസരണം നിങ്ങളുടെ ധാർമ്മിക ബോധ്യങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ പോലും ചിലപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം. ദൈവീക കൽപ്പനയുടെ അഭാവത്തിൽ അബ്രഹാമിന്റെ പ്രവൃത്തി, മകനെ ബലി നൽകുക എന്നത് എത്ര അധാർമികമാണ്. ഒരു കാര്യം ധാർമ്മികമായി തെറ്റാണെന്ന് തോന്നുമ്പോഴും ദൈവിക കൽപ്പന അതിന് മുകളിലാണ്. അപ്പോൾ വിശ്വാസം ധാർമ്മികതയെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു തലത്തിലാണ് എന്നാണ് വാദം. കാരണം ദൈവിക കൽപ്പന മനുഷ്യ ധാർമ്മികതയ്ക്ക് മുകളിലാണ്, അത് സമൂലമാണ്. കീർക്കെഗാഡിന്റെ നിരീക്ഷണത്തിൽ യഥാർത്ഥ വിശ്വാസം യുക്തിക്ക് അതീതമാണ്, ധാർമ്മികതയ്ക്ക് അതീതമാണ്, സമൂഹത്തിന് പോലും അതീതമാണ്. അതോടൊപ്പം അത് ആന്തരികമായ, വൈയക്തികമായ ഒന്നാണ്. അത് ഏകാന്തമാണ്, അത് യുക്തിരഹിതമാണ്, എന്നാൽ അത് യഥാർത്ഥമാണ്. കീർക്കെഗാഡിനെ നന്നായി മനസ്സിലാക്കാൻ അദ്ദേഹം ആർക്കെതിരെയാണ് വാദിക്കുന്നതെന്ന് നാം കാണേണ്ടതുണ്ട്. അത് GWF ഹേഗൽ ആയിരിക്കും. ധാർമ്മികതയും യുക്തിബോധവും ഒരു സാർവത്രിക വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നുവെന്ന് വിശ്വസിച്ച ഉന്നത ജർമ്മൻ
ജർമ്മൻ തത്വചിന്തകനാണ് ഹെഗൽ. വ്യക്തികൾ ആ ധാർമ്മിക ക്രമത്തിനുള്ളിൽ പ്രവർത്തിക്കണം. യുക്തി, കടമ, സമൂഹത്തിന്റെ ആവശ്യങ്ങൾ എന്നിവയാൽ നയിക്കപ്പെടണം. ഹെഗലിന്റെ ഈ ദൃഷ്ടിയിലൂടെ നോക്കിയാൽ അബ്രഹാമിന്റെ പ്രവൃത്തി അധാർമികമായിരിക്കും. അത് സാർവത്രികമായ ധാർമ്മികതയെ ലംഘിക്കുന്ന ഒന്നാണ്. അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഇതിനോടാണ് കീർക്കെഗാഡ് വിയോജിക്കുന്നത്. ഹെഗലിന്റെ തത്വചിന്ത യഥാർത്ഥ വിശ്വാസത്തിന് ഒരിക്കലും ഇടം നൽകുന്നില്ലെന്ന് അദ്ദേഹം കരുതി. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വിശ്വാസം ആവശ്യപ്പെടുന്നത് അപകട സാധ്യതയും പ്രത്യാശയും മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ ഉൾക്കൊള്ളുന്നതിനെയാണ്. കീർക്കെഗാഡിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം സാർവത്രികമായ യുക്തിയിൽ നിന്നല്ല, അത് വ്യക്തിപരവും വികാരപരവും ആത്മനിഷ്ഠവുമായ ഒന്നാണ്. കീർക്കെഗാഡിന്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് ഇസ്ലാമിക വീക്ഷണം ആഴത്തിൽ വേറിട്ട് നിൽക്കുന്നു. ഇസ്ലാമിൽ ഇബ്രാഹിമും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിലും ഒരേ മനസ്സോടെ കടന്നുപോകുന്ന ഒരു പരീക്ഷണമായിട്ടാണ് കഥ വിവരിക്കപ്പെടുന്നത്. അബ്രഹാം പറഞ്ഞു, "ഓ പ്രിയ മകനെ, ഞാൻ നിന്നെ ബലിയർപ്പിക്കണമെന്ന് സ്വപ്നത്തിൽ കണ്ടു. അതിനാൽ നീ എന്താണ് ചിന്തിക്കുന്നതെന്ന് എന്നോട് പറയൂ." അദ്ദേഹം പറഞ്ഞു, "ഓ എൻ്റെ പ്രിയ പിതാവേ, നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്യൂ. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാശീലരുടെ കൂട്ടത്തിൽ നീ എന്നെ കണ്ടെത്തും." ഇവിടെ കീർക്കെഗാഡിന്റെ വ്യാഖ്യാനത്തിലെ പോലെ യുക്തിയെയും സാമൂഹികതയെയും ആശ്രയിക്കാൻ കഴിയാതെ മറ്റാർക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ആത്മനിഷ്ഠമായ വ്യക്തി കേന്ദ്രിതമായ ഒരു അവസ്ഥയല്ല നാം അഭിമുഖീകരിക്കുന്നത്. ആത്മസംഘർഷത്താൽ ഏകാഗിയായ ഒരു അബ്രഹാമിനെയല്ല നാം കാണുന്നത്. അനുസരണത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കല്ല. ദൈവഹിതത്തോടുള്ള കീഴടങ്ങൽ ഇസ്ലാം ഊന്നിപ്പറയുന്നു. അത് അച്ഛനും മകനും ഒന്നിച്ച് ഉൾക്കൊള്ളുകയാണ്. അവർ ഇരുവരും ആ പരീക്ഷണത്തെ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുന്നു. അച്ഛനും മകനും സ്വമേധയാ ദൈവഹിതത്തിന് കീഴടങ്ങുന്നു. ഭയാനകതയില്ല, നിശബ്ദതയില്ല, അസ്തിത്വപരമായ അബ്സേർഡിറ്റി ഇല്ല. സമർപ്പണത്തിൽ ശാന്തതയാണുള്ളത്. അത് അസംബന്ധത്തിലേക്ക് ഒരിക്കലും നയിക്കുന്നില്ല. ഇസ്ലാമിൽ ഇബ്രാഹിമിന്റെ കഥ ധാർമ്മികതയുടെ പ്രതിസന്ധിയോ വിശ്വാസത്തിന്റെ ഒരു വിരോധാഭാസമോ അല്ല. അത് ഒരു ദൈവീക പരീക്ഷണമാണ്. അത് വിശ്വാസത്തെ ഒരിക്കലും ധാർമ്മികതയുമായി സംഘർഷത്തിലാക്കുന്നില്ല. നാം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഉപേക്ഷിക്കാനുള്ള നമ്മുടെ സന്നദ്ധതയാണ് ആ കഥ പഠിപ്പിക്കുന്നത്. കീർക്കെഗാഡിയൻ വീക്ഷണത്തിൽ പരീക്ഷണം അസ്തിത്വപരവും ഒറ്റപ്പെടുത്തുന്നതുമാണ്. അബ്രഹാമിന് തൻ്റെ പ്രവൃത്തികളെ വിശദീകരിക്കാൻ കഴിയില്ല. അവൻ ദൈവത്തിന് മുമ്പാകെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഇസ്ലാമിക വീക്ഷണത്തിൽ ഈ സംഭവം ദൈവത്തിലുള്ള അനുസരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പരീക്ഷണമാണ്. പക്ഷെ അത് ധാർമ്മിക സാർവത്രികതയെ വെല്ലുവിളിക്കുകയോ അസ്തിത്വപരമായ ഒറ്റപ്പെടൽ സൃഷ്ടിക്കുകയോ ചെയ്യുന്നില്ല. പ്രമേയം സമൂഹപരവും ആഘോഷപരവുമാണ്. ഈ സംഭവം ഒരു പ്രധാന ഇസ്ലാമിക ആഘോഷമായ ഈദുൽ അദ്ഹയുടെ അടിസ്ഥാനമായി മാറുകയും ചെയ്യുന്നു. കീർക്കെഗാഡിയൻ വീക്ഷണത്തിൽ വിശ്വാസം യുക്തിയെയും ധാർമ്മികതയെയും മറികടക്കുന്നു. അത് യുക്തിസഹമായ മാനദണ്ഡങ്ങളനുസരിച്ച് അസംബന്ധമാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ യുക്തിയും സമർപ്പണവും യോജിപ്പിലാണ്. അബ്രഹാമിന്റെ അനുസരണം ധാർമ്മികതയെ താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല. അത് ദൈവിക നിയമത്തിനുള്ളിൽ ധാർമ്മികതയെ സ്ഥിരീകരിക്കുന്നു. ദൈവം അധാർമികമായ എന്തെങ്കിലും കൽപ്പിക്കുന്നില്ല. പരീക്ഷണത്തിന് ഒടുവിൽ ദൈവം മകനെയല്ല, ഒരു ആടിനെയാണ് ബലിയായി സ്വീകരിക്കുന്നത്. അതവന്റെ കരുണയുടെ നിദർശനമാണ്, നീതിയുടെ നിദർശനമാണ്. ചുരുക്കത്തിൽ അവിവേകപൂർണമായ ആന്തരികമായ വിശ്വാസ കുതിപ്പിന്റെ നാടകീയത സൂചിപ്പിക്കാൻ കീർക്കെഗാഡ് അബ്രഹാമിന്റെ കഥ ഉപയോഗിക്കുകയാണ്. അതേസമയം ദൈവഹിതത്തോടുള്ള സമ്പൂർണവും യുക്തിസഹവുമായ സമർപ്പണത്തിന്റെ ഒരു മാതൃകയാണ് ഇസ്ലാം ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നത്.